പോക്കിരിയുടെ ഗംഭീര വിജയത്തിന് ശേഷം പ്രഭു അണ്ണനും വിജു അണ്ണനും ഒന്നിച്ച മറ്റൊരു പടമാണ് വില്ല്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാം ഈ സിനിമയിലുണ്ട്. ഫൈറ്റിന് ശേഷം ഒരു പാട്ട്, പെണ്ണുങ്ങളെ രക്ഷിച്ച ശേഷം ഒരു പാട്ട്, സ്വന്തം അച്ഛനെ തട്ടിയതിനു ശേഷം നേരെ വന്നൊരു പാട്ട്, റിവെഞ്ച് എടുത്തതിന് ശേഷം വീണ്ടും ഒരു പാട്ട്. പാട്ടുകൾ കൊണ്ട് സമ്പന്നനാണെങ്കിലും സിനിമ ഒരു ദാരിദ്ര്യമാണ്. സുറ എന്നൊരു മഹാ അപരാധം ഉണ്ടായത് കൊണ്ട് മാത്രം 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു വിജയ് പണ്ണൽ. അപ്പൊ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ വിജയ് അണ്ണന്റെ ഇൻട്രോ. ഇപ്രാവശ്യം ഗ്രാമത്തിനെ വിട്ട് ഡ്രൈ ക്ലീനിങ് നടത്തുന്ന ചേച്ചിമാരെ രക്ഷിക്കാനാണ് വിജു അണ്ണന്റെ ഡ്യൂപ്പിന് പറഞ്ഞു വിടുന്നത്. ഡ്യൂപ്പാണെങ്കിൽ അവിടെ അലക്കാനിട്ടിരിക്കുന്ന തുണികളൊക്കെ എടുത്ത് ചുറ്റിച്ചാടി പറന്നു വരും. ശേഷം വിജയ് അണ്ണൻ ഷർട്ടിന്റെ കോളർ ചവച്ച് തിന്നിട്ട് എല്ലാരെയും അടിച്ചു നിരത്തിയിട്ട് ഡ്രൈ ക്ലീനിങ് സെന്ററിന്റെ അകത്തോട്ട് പോകുമ്പോ ദേണ്ട അവിടെ ഒരു ഫിഷ് മാർക്കറ്റ്. പിന്നീട് അവിടെ ചില്ല് കൊണ്ടുള്ള വിളയാട്ടമാണ്. ഫൈറ്റിന് ശേഷം വിജു അണ്ണനെ ദിഗംബരൻ ഫോൺ വിളിക്കും. എന്നിട്ട് പറയും ഇവനാണ് റാക്ക, ഇവൻ ഒരു വലിയ വെപ്പൺ ഡീലറാണ്, ഇവൻ ഒരു കപ്പലിൽ വിനോദയാത്ര ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ പോലീസുകാരൻ ദിഗംബരൻ അവനെ തട്ടാൻ വിജു അണ്ണനെ ഏൽപ്പിക്കും. ആ മിഷൻ ഏറ്റെടുത്ത അണ്ണൻ നേരെ ചെന്ന് ഡാൻസ് കളിക്കും. ഡാൻസിന് ശേഷം അണ്ണന് കടലിലുള്ള കപ്പലിൽ നീന്തിക്കേറാൻ അറിയാത്തത് കൊണ്ട് അണ്ണൻ ഗണപതിയുടെ പ്രതിമയുടെ അകത്ത് കയറി കൈയിട്ട് കറക്കി നീന്തും. സൂപ്പർ. എന്നിട്ട് ഗണപതിയുടെ വയറ്റിൽ നിന്നും പുറത്തിറങ്ങി കുതിച്ചു പൊങ്ങും. എഡിറ്ററെ, കടല് മാറിപ്പോയി, മറ്റേ കടലിലാണ് കുതിച്ചു പൊങ്ങുന്നേ. റാക്കേനെ പിടിക്കാൻ ദിഗംബരനും ടീമും നല്ല ഗംഭീര വേഷപ്പകർച്ച നടത്തി നിൽക്കുകയാണ്. പക്ഷെ ഇത്രയുമൊക്കെ വേഷപ്പകർച്ച നടത്തിയെങ്കിലും പൊട്ടന്മാർ പോലീസിന്റെ ബൂട്ടുമിട്ട് വന്നേക്കുകയാണ്. ആ കാര്യം റാക്കയോട് പറഞ്ഞിട്ട് അണ്ണൻ റാക്കയെ രക്ഷിച്ചോണ്ട് പോകും. അതൊക്കെ പോട്ടെ, ഇതുവരെ ഒരു മുൻപരിചയമില്ലാത്ത ഒരുത്തൻ വന്ന് സഹായിക്കാമെന്ന് പറയുമ്പോൾ ഇവൻ ആരാടാ ഏതാടാ എന്നൊന്നും ചോദിക്കാതെ അവന്റെ പുറകെ കുണുങ്ങി പോവുകയാണ് പേങ്ങൻ. പിന്നീട് വിജു അണ്ണന്റെ പൂണ്ട് വിളയാട്ടം. അണ്ണൻ നേരെ ഒരു കണ്ടെയ്നറിന്റെ അകത്തുള്ള ഒരു വാട്ടർ ബൈക്കും എടുത്ത് ഐസ് കട്ടകളൊക്കെ തെറിപ്പിച്ച് വരും. അല്ല, ഈ വാട്ടർ ബൈക്ക് എന്താ മരുന്ന് വല്ലതുമാണോ ഐസ് ഒക്കെ ഇട്ട് കൂളാക്കി വെക്കാൻ? പിന്നീട് അണ്ണന്റെ സവാരി. അയ്യോ, ഡ്യൂപ്പിനെ തൂക്കി, ലൈൻ കട്ട്. പിന്നീട് അണ്ണൻ അതെടുത്ത് കടലിന്റെ അടിയിലോട്ട് പോകും. ബ്രീത്തിങ് ചാലഞ്ചും കഴിഞ്ഞ് പൊങ്ങി വരുമ്പോഴേക്കും പോലീസുകാർ അവരെ തപ്പി നേരെ പോണ്. നിന്റെയൊക്കെ മുമ്പിൽ വെച്ചല്ലേടാ അവൻ ഈ അപരാധം കാണിച്ചത്, നീയൊക്കെ പിന്നെ എങ്ങോട്ട് പോണ്? അറബിക്കടലിലോട്ടാ. ഇത്രയൊക്കെ സാഹസം കാണിച്ച് രക്ഷിച്ചിട്ട് അണ്ണൻ അവനെ കടലിലിട്ട് കുത്തിക്കൊല്ലും. ശേഷം പ്രഭു അണ്ണൻ വിജയ് അണ്ണനെ ഒരു ഗ്രാമത്തിലേക്ക് അയക്കും. അണ്ണൻ രക്ഷാപ്രവർത്തനം എന്ന് വിചാരിച്ച് പോയതാ. പക്ഷേ അണ്ണന്റെ ടാസ്ക് നായികയെ വളയ്ക്കുക എന്നുള്ളതായിരുന്നു. അവിടെ വെച്ച് അണ്ണൻ നായികയുടെ കുളിസീൻ കാണുന്നു. അതിലൊരു ചെറിയൊരു വേഷം കണ്ട് 2 മിനിറ്റിനകം നായികയെ കൊണ്ട് ഉമ്മയും വെപ്പിക്കുന്നു. ഉമ്മ വെപ്പിച്ച ദേഷ്യത്തിൽ അണ്ണി നല്ല ഈണത്തിലും ശ്രുതിയിലും ചീത്ത വിളിക്കും. അങ്ങനെ കുറച്ചധികം വളുപ്പും വെളിച്ച കോമഡിയും ഒക്കെ കാണിച്ചിട്ട് അണ്ണൻ അണ്ണിയെ വളച്ചെടുത്ത സന്തോഷത്തിൽ ഒരു ഡാൻസ്. പക്ഷെ ഇതൊക്കെ കഴിയുമ്പോൾ അണ്ണൻ പറയും, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല, കാരണം എന്റെ അപ്പൂപ്പനും ഈ പെണ്ണിന്റെ അപ്പൂപ്പനും തമ്മിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അണ്ണന് അവളെ കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ അണ്ണിക്ക് അണ്ണനോട് അപ്പോഴേക്കും ട്രൂ ലബ്ബായി പോയി. എന്നാ ഇവരിലൊന്നും വീഴാത്ത ഈ ജാനകി, എപ്പോഴും പൂസായതുപോലെ നിന്റെ ഈ കണ്ണ്, വാ തുറക്കാതെ സംസാരിക്കുന്ന നിന്റെ ഈ സ്റ്റൈല്. അതെന്ത് കിണ്ടി? പിന്നെ അണ്ണൻ ഏത് ഭാഗം കൊണ്ടാ സംസാരിക്കുന്നേ? പക്ഷേ ഇതൊക്കെ അണ്ണിയുടെ പ്രണയം ട്രൂ ലബ് ആണെന്ന് അറിയാൻ വേണ്ടി ഇറക്കിയ കഥകളായിരുന്നു. അങ്ങനെ അണ്ണിയുടെ ട്രൂ ലബിന്റെ കാര്യം അണ്ണൻ ദിഗംബരനെ കത്തെഴുതി അറിയിക്കും. അതെ ഗൈസ്, ഇതെല്ലാം അവരുടെ പ്ലാൻ ആയിരുന്നു. അവരുടെ അടുത്ത ടാർഗറ്റ് അണ്ണിയാണ്. സംഭവം അണ്ണിയുടെ തന്തപ്പടിയാണ് ഫ്രഷ് വില്ലനായ പ്രകാശ് രാജ്. ജെട്ടിയുടെ പാർട്ട്നേഴ്സിൽ ഒരുവനാണ് ദ 11. അങ്ങനെ അവരുടെ ഗ്യാങ്ങിനെ കുളം തോണ്ടാനാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ പ്രകാശ് രാജ് കളത്തിലിറങ്ങിയ ഉടൻ തന്നെ ഈ പാർട്ട്ണറുമായിട്ട് 25ാം വാർഷികം പൂർത്തിയായതിന്റെ സിൽവർ ജൂബിലി ചടങ്ങിന്റെ ഇടയിൽ വെച്ച് അവർ സമ്മാനങ്ങൾ കൈമാറും. എന്റെ 25 വർഷത്തെ ചങ്ങാതിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന സമ്മാനം, നമ്മുടെ ചെങ്ങാത്തത്തിനുള്ള സമ്മാനം. അങ്ങനെ ജെട്ടിയെ കാണാൻ അണ്ണൻ വിദേശത്ത് പോകും. അവിടെ എത്തി ജേഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേണ്ട പുറകിൽ നിന്നും വേറൊരു ജേഡി വരുന്നു. എത്ര പേർക്കറിയാം പ്രഭു അണ്ണൻ ഈ ഷോട്ട് എടുക്കും മുമ്പേ തസ്കര വീരൻ കണ്ട് ഇൻസ്പയർഡ് ആയതാണെന്ന്. ബിജു അണ്ണന്റെ കില്ലാടിത്തരങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ജേഡി അണ്ണനും ഒരു സമ്മാനം കൊടുക്കും.
അങ്ങനെ അവർ ആ അവിഹിത ബന്ധം സ്ട്രോങ് ആക്കുന്നു. പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ? അങ്ങനെ അണ്ണിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച സന്തോഷത്തിൽ ഒരു ഡാൻസ്. ഡാൻസിന് ശേഷം ഒരു ഫൈറ്റ്. ഫൈറ്റിന് ശേഷം ഫൈറ്റ് കൊണ്ടുപോകുമാരുടെ തലവൻ, അതായത് ജെഡിയുടെ കളിക്കൂട്ടുകാരൻ അണ്ണനെ കൊല്ലാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇതെന്റെ ഭാര്യയല്ലേ? അപ്പോൾ ഈ അലവരതി എന്റെ മകനായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വിജയപടത്തിൽ വിജയുടെ അച്ഛൻ വിജയ് തന്നെ ആയിരിക്കണ്ടേ? ഇതെങ്ങനെ ശരിയാവും? വിജയ് അണ്ണൻ വെറൈറ്റി പിടിച്ചതായിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങേര് ആ തന്തസ്ഥാനം അങ്ങ് ഏറ്റെടുക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് 20 വർഷമായി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, സ്വന്തം മകനെ പോലും തിരിച്ചറിയാത്ത ഇവനാണ് അവർക്ക് വേണ്ടി 20 വർഷം പണിയെടുക്കുന്നേ. ഒന്ന് പോടാ വധൂരി. അച്ഛനെ കിട്ടിയ സന്തോഷത്തിൽ മകൻ നായികയായിട്ട് ഡാൻസ് കളിക്കാൻ പോകും. കേൾക്കും വരെയും ചൊല്ലും കള്ളിപ്പെണ്ണെ ഞാൻ കേട്ടോ ഐ ലവ് യു. ഡാൻസിന് ശേഷം കിഴങ്ങൻ തந்த മകനോട് തന്റെ എല്ലാ രഹസ്യങ്ങളും പറയാൻ അത്ഭുത ദ്വീപിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും, മോനെ ഇതിന്റെ അകത്ത് ജെഡിയുടെ ഒരു തുണ്ട് CD ഉണ്ട്. ജെഡിയെ പറ്റിയുള്ള ബ്ലൂ റേ ഡിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ എന്റെ തുണ്ട് CD അവന്റെ ഉണ്ട്. ആ 2 തുണ്ട് CD കിട്ടിക്കഴിഞ്ഞാൽ തുണ്ട് നെറ്റ്വർക്കിന്റെ എംബറർ അവരാണെന്ന്. ആ 2 ഡിസ്കും നമ്മുടെ കയ്യിൽ വന്നു ചേർന്നാൽ നമ്മളാണ് ഈ നെറ്റ്വർക്കിന്റെ എംബറർ. എന്നിട്ട് അത്ഭുത ദ്വീപിൽ നിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ വെച്ച് വിജയ് അണ്ണൻ വാ കൊണ്ട് എന്തൊക്കെ കാണിക്കും. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. എന്നിട്ട് അതിൽ നിന്നും താക്കോൽ ഊരിയിട്ട് കടലിലേക്ക് എറിയും. സാർ, ഈ സാറിന് വട്ടുണ്ടോ? ശേഷം പൊരിഞ്ഞ പോരാട്ടമാണ്. അണ്ടർവേൾഡ് ഡോണാണത്രേ. മീൻ മുറിക്കണ കത്തിയും കൊണ്ടാണ് അവൻ നടക്കണേ. അറ്റ്ലീസ്റ്റ് ഒരു തോക്കെങ്കിലും എടുത്ത് അരയിൽ തൂക്കണ്ടേടാ. എന്നിട്ട് വിജു അണ്ണൻ അങ്ങേര് ചാവാൻ വിട്ടിട്ട് അണ്ണൻ കടലിലോട്ട് എടുത്ത് ചാടും. ചാടിയപ്പോ പാരഷൂട്ടൊന്നും ഇല്ലായിരുന്നു. ഇതിനിപ്പോ അങ്ങേരുടെ വായിക്കാത്ത വല്ലതും ഒളിപ്പിച്ചു വെച്ചിരുന്നതാണോ? എന്നിട്ട് അണ്ണൻ പാരഷൂട്ടുമായിട്ട് കറക്റ്റ് നയൻതാര പോകുന്ന ബോട്ടിൽ ചെന്നിറങ്ങും. ഐ ലവ് യു. ഒന്ന് കൊണ്ടുപോടേ. അച്ഛനെ കൊന്ന സന്തോഷത്തിൽ ഒരു ഡാൻസ്. ഡാൻസിന് ശേഷം വിജയ് അണ്ണനാണ് ഇവരുടെ അണ്ണനെ കൊന്നതെന്ന് അണ്ണന്റെ ശിങ്കടികൾ അറിയും. അതറിഞ്ഞ് കോപം കൊണ്ട് ജിരിച്ച അവർ ബിജുവിനെ കൊല്ലാൻ പ്ലാൻ ഇടും. പക്ഷെ അണ്ണൻ ആരാ മുതലേ? ഇത് മുൻകൂട്ടി കണ്ട അണ്ണൻ അവരുടെ കാറിന്റെ അടിയിൽ ബോംബ് വെച്ച് പൊട്ടിച്ച് സ്ലോ മോഷനിൽ നടന്നു പോകും. നോട്ട് ദി പോയിന്റ്. ഇത്രയും വലിയ ബോംബ് ബ്ലാസ്റ്റിന്റെ നടുക്ക് നിന്നിട്ടും അണ്ണൻ ഒരു പോറല് പോലും ഏറ്റില്ല കേട്ടോ. ബോംബ് പൊട്ടിയ സന്തോഷത്തിൽ അണ്ണൻ ജെഡിയുടെ ഹെലികോപ്റ്റർ എടുത്തോണ്ട് പോയിട്ട് വീണ്ടും ഒരു ഡാൻസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കഷ്ടം. അതിനുശേഷമാണ് ജെഡി ചോദിക്കുന്നത്, എന്തിനാ മോനെ എന്റെ തുണ്ട് CD കയ്യിൽ വെച്ചിരിക്കുന്നേ? അതിങ്ങ് തന്നേക്കാൻ. അപ്പൊ അണ്ണൻ പറയും, ഞാൻ തരൂല എന്ന്. എന്നിട്ട് അണ്ണന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. സംഭവം വിജയ് അണ്ണന്റെ ഡാഡി വെട്രിമാരൻ പണ്ട് ഒരു ധീരനും സത്യസന്ധനുമായ പട്ടാളക്കാരനായിരുന്നു. ആ പട്ടാളക്കാരനെ കൂടെയുള്ള പട്ടാളക്കാരായ ജെഡിയും റാക്കയും ഈ കിഴങ്ങൻ തന്തയും എല്ലാരും കൂടി ചേർന്ന് കൊന്നിട്ട് അവർ നടത്തിയ അഴിമതി വടിയായ വെട്രിമാരന്റെ തലയിലിട്ട് അയാളെ രാജ്യദ്രോഹിയാക്കും. ഇതിന് റിവഞ്ച് എടുക്കാൻ വന്നേക്കെയാണ് വിജയ് അണ്ണൻ. റിവഞ്ച് എടുക്കാനായിട്ട് ജെഡിയെ അങ്ങ് കോയമ്പത്തൂരിലേക്ക് അണ്ണൻ കൊണ്ടുപോയിട്ട് ജെഡിയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്നും അടുത്ത 10 മിനിറ്റ് നിർത്താതെ പട്ടിയെ പോലെ അടിവാങ്ങും. എന്നിട്ട് അവിടെ ഒരു കുഴി തോണ്ടിയിട്ട് വിജയ് അണ്ണനെ അതിന്റെ അകത്തിട്ട് ഒരു ഗ്ലാസിന്റെ മണ്ടയിൽ കൂടി മണ്ണ് വാരിയിടും. എന്നിട്ട് അണ്ണന്റെ ഒറിജിനൽ അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കും. ചിരിക്കുകയാണോ കരയുകയാണോ? അപ്പോഴേക്കും അണ്ണനും അണ്ണന്റെ ഡാഡിയും കൂടി ഭൂമി പിളർന്ന് ഒരുമിച്ച് എഴുന്നേറ്റ് വരും. സയന്റിസ്റ്റുകൾ ഇപ്പോഴും കണ്ടെത്താത്ത കാര്യമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നത് എന്ന്. അങ്ങനെ സയൻസിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് അണ്ണന്റെ പോരാട്ടം. ഭൂമി പിളർന്നു വന്ന അണ്ണന് സൂപ്പർ പവേഴ്സ് കയറി എല്ലാരെയും ഇടിച്ചു വീഴ്ത്തും. അടിച്ചു അറിഞ്ഞില്ല. അപ്പോഴേക്കും ആ സമയത്ത് സ്വിച്ചിട്ടതുപോലെ ആ മരുഭൂമിയിൽ ജനങ്ങൾ മൊത്തം കൂടും. അപ്പോഴേക്കും ജെഡി പറയും, ഈയാടെ അച്ഛൻ മേജർ ശരവണൻ ഒരു സത്യസന്ധനായ. എന്നിട്ട് വെട്രിമാരന്റെ നിന്ന് പിടിച്ചു വാങ്ങിച്ചു വെച്ച മെഡലുകളെല്ലാം തിരിച്ചു വാങ്ങിയിട്ട് അണ്ണൻ വീണ്ടും ഡാൻസ് കളിക്കാൻ പോകും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കൂ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ കമന്റിൽ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.